കേൾക്കൂ ഉമ്മ, കേൾക്കൂ ചെറുപ്പക്കാരാ. അമ്പിയാക്കൾ കഴിഞ്ഞാൽ ആദ്യമായി സ്വർഗത്തിലെത്തുന്നത് ആരാണ്? അഖറബുൽ വസീലത്തി ഇലാ റസൂലില്ലാഹി സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലേ അമ്പിയാക്കൾ കഴിഞ്ഞാൽ ആദ്യമായി സ്വർഗത്തിലെത്തേണ്ടത്. എന്തേ കാരണം? വെറുതെ കിട്ടിയതല്ല. ഹബീബായ തങ്ങൾ സുബ്ഹി നിസ്കാരത്തിന് ശേഷം, ശരിക്ക് ശ്രദ്ധിക്കണം, സുബ്ഹി നിസ്കാരത്തിന് ശേഷം മുത്തായ തങ്ങൾ സദസ്സിനോടൊരു ചോദ്യം, ഇന്ന് നോമ്പ് നോക്കിയവർ ആരാണ്? അനയാ റസൂലല്ലാഹ്, ഞാനാണ് നബിയെ. സിദ്ദീഖ് തങ്ങളുടെ മറുപടിയാണ്. വീണ്ടും തങ്ങൾ ചോദിക്കുന്നു, ഫമൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ, ഇന്നൊരു ജനാസയെ സന്ദർശിച്ചവരാരാണ്? ഫഖാല സിദ്ദീഖ് അനയാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയെ. വീണ്ടും തങ്ങളെ ചോദ്യം, ഇന്ന് രോഗിയെ സന്ദർശിച്ചത് ആരാണ്? അനയാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയെ. വീണ്ടും തങ്ങളെ ചോദ്യം, ഇന്ന് സ്വതഖ ചെയ്തവരാരാണ്? അനയാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയെ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അത്ഭുതത്തോടെ ചോദിക്കുന്നു, അല്ലയോ സിദ്ദീഖ്, രാവിലത്തെ സുബ്ഹി നിസ്കാരമല്ലേ ഇത്? ഈ സുബ്ഹി പുലരുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം നിങ്ങൾ എപ്പോഴാ ചെയ്തത്? അവിടുത്തെ മറുപടി, ഞാൻ സുബ്ഹിന് പള്ളിയിലേക്ക് വരുമ്പോ എന്റെ ഭാര്യ പറഞ്ഞു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് രോഗിയാണ്, ഞാനൊന്നവിടെ സന്ദർശിച്ചു. അവിടെ നിന്ന് 2 പത്തില് തന്നു. ഞാനതെടുത്ത് വരുമ്പോ ഒരു ചെറിയ പാവപ്പെട്ട ഫക്കീറിനെ കണ്ടു, സ്വതഖ ചെയ്തു. അങ്ങനെയാണ് നിൽക്കുമ്പോൾ ഒരു കുട്ടി വഫാത്തായ വിഷയം അറിഞ്ഞു. ഞാൻ ആ കുട്ടിയുടെ കൂടെ പള്ളിയിലേക്ക് നടന്നു. ഞാൻ നോമ്പുകാരനാണ്. സിദ്ദീഖുൽ അക്ബർ സ്വർഗം കൊണ്ടുപോയത് ഇബാദത്തുകളെ കൊണ്ടാ. സിദ്ദീഖുൽ അക്ബർ ലോകത്തെ ഔലിയാക്കളുടെ നേതാവായത് ഇബാദത്തുകൾ കൊണ്ടാ. 11 വർഷക്കാലം ഞാൻ എന്തെങ്കിലും അനാവശ്യം സംസാരിച്ചു പോകുമെന്ന് പേടിച്ച് 11 വർഷക്കാലം വായിൽ മുഴുവനും കല്ലുകളും മണ്ണുകളും നിറച്ച് നടന്ന നേതാവാ സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ്. ലോകത്ത് 360 നന്മകളുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് ഒരു മനുഷ്യനിക്കുണ്ടായാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് മുത്തായ തങ്ങൾ പറഞ്ഞപ്പോ സിദ്ദീഖുൽ അക്ബർ മൂലയിലിരുന്ന് കരയുന്നു. അഫിയ ഖസ്ലത്തുൻ വാഹിദ, നബിയേ, ഏതെങ്കിലും ഒരു നന്മ പാവപ്പെട്ട സിദ്ദീഖിനുണ്ടോ? തങ്ങൾ കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്, നിനക്ക് 360 നന്മകളും ഉണ്ട്, നിനക്കെല്ലാം ഉണ്ട്. മുത്തായ തങ്ങൾ വീണ്ടും പറയുന്നു, നാളെ ആഖിറത്തിൽ വലത് കൈയിൽ കിതാബ് കൊടുക്കപ്പെടുന്നത് ആദ്യമായി ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കയ്യിലാണെന്ന് മുത്തായ തങ്ങൾ പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിക്കുന്നപ്പോ, സിദ്ദീഖുൽ അക്ബറിന് കിതാബില്ലേ? സിദ്ദീഖിന് എന്ത് കിതാബാണ്? എന്റെ സിദ്ദീഖിന് കിതാബില്ല, എന്റെ സിദ്ദീഖിന് ഹിസാബില്ല, എന്റെ സിദ്ദീഖിന് സിറാത്തില്ല, എന്റെ സിദ്ദീഖിന് മീസാനില്ല. അവർ നേരത്തെ സ്വർഗത്തിലാണ്.